ഹരേ കൃഷ്ണ. നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? ഒരാള് ഒരു ഗുരുവിനെ സമീപിക്കണം, അല്ലേ? അപ്പം ആ ഗുരുവിന് മാത്രമേ ആ ഒരു ലക്ഷ്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അപ്പം ആ ഗുരുവും എങ്ങനെയുള്ള ആളായിരിക്കണം? അത്രയും ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. ഒരു യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം ഒരു ഗുരു അല്ലെങ്കിൽ അധ്യാപകൻ. അപ്പം നമുക്കിന്ന് ഒരു ഗുരുവിനെ എങ്ങനെ സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ ആ ഒരു ഗുരു എങ്ങനെയായിരിക്കണമെന്നും നമുക്ക് നോക്കാം. ഭാഗവതത്തില് സൂതഗോസ്വാമി എല്ലാ മുനിവര്യന്മാരോടും പറയുന്നത് എന്താണ്? ദ്വൈവായിന സഖാസ് ദിവി ഏവം മൈത്രേയോ ഭഗവസ്തദാ പ്രഹേദം വിതുരം പ്രീത അന്വേഷീകം പ്രകോദിത. അതായത് സൂതഗോസ്വാമി പറഞ്ഞു, എന്താണ്? ഏറ്റവും ശക്തനായിട്ടുള്ള മുനി, അറിവിന്റെ ഭണ്ഡാരമായിട്ടുള്ള മൈത്രേയ മുനി വ്യാസദേവരുടെ ആരായിരുന്നു? അടുത്ത സുഹൃത്തായിരുന്നു. ഇപ്പൊ വിതുരര് അതീന്ദ്രിയത്തെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് നമ്മള് അല്ലെങ്കിൽ വിതുരര് മൈത്രേയ മുനിയെ കണ്ടുമുട്ടുന്നത്. അപ്പം ആ വിതുരരുടെ അന്വേഷണത്തില് പ്രോത്സാഹനം ലഭിച്ചിട്ട് സന്തുഷ്ടനായിട്ടുള്ള മൈത്രേയ മുനി ഇപ്രകാരം പറഞ്ഞു. ഭാഗവതത്തില് 3-ാം സ്കന്ധത്തില് പറയുന്നുണ്ട്. മൈത്രേയ മുനിയും പിന്നെ ആരുമായിട്ടുള്ള എന്തെങ്കിൽ വിതുരരുടെ സംശയങ്ങളെല്ലാം തീർത്തു കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ആരായിരുന്നു മൈത്രേയ മുനി? ഒരു മായാവാദിയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഒരു ഭക്തിയുടെ ലെവലിലോട്ട് വരുന്നത്. പറയുകയാണ്, അതീന്ദ്രിയ ജ്ഞാനം നേടുന്നതിനുള്ള പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി ശരിയായ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ സമീപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് എന്ത് വേണം? വിനയപൂർവ്വം കേൾക്കുകയും ചെയ്യുക. ഭഗവത്ഗീത 4 അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് പറയുന്നത്? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. എന്താണത്? ആ പ്രക്രിയ വളരെ എളുപ്പമാണ്. എന്താണ്? എളുപ്പമാണെങ്കിലും ഒരാൾ ആ പ്രക്രിയ അറിയുകയും അത് പിന്തുടരുകയും വേണം, അല്ലെ? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന്റെ തത്വദർശിന. അതായത് ആ ഒരു ഗുരു എന്ന് പറയുന്ന വ്യക്തി എന്താണ്? പരമസത്യത്തെക്കുറിച്ച് അറിവുള്ള ആളാണ്. അപ്പം ഒരു ഗുരുവിനെ സമീപിച്ച് എന്താണ് വേണം? വിനയപൂർവ്വം അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങള് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം? ആധികാരികതയുള്ള ആളായിരിക്കണം. അപ്പം ഭഗവത്ഗീത ഉപദേശിച്ചത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ് ഉപദേശിച്ചത്, അല്ലേ? ഭാഗവതം എന്ന് പറയുന്നതും ഭഗവാന്റെ കഥകളും ഭാഗവത ഭക്തന്മാരുടെ കഥകളുമാണ്. അപ്പൊ ഇതിനകത്ത് രണ്ടിലും ആരാണുണ്ട്? ഭഗവാനുണ്ട്. അപ്പം ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിലും ഭഗവത്ഗീത മനസ്സിലാക്കണമെങ്കിലും എന്ത് വേണം? ആ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരു ഗുരുവായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു പരമ്പരയിൽ നിന്ന് വരുന്ന ഗുരുവായിരിക്കണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ? ശരിയായിട്ടുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുകയുള്ളൂ, അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് എന്ത് വേണം? നമ്മുടെ വീട്ടിലൊരു കമ്പ്യൂട്ടറോ ഒന്നും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെന്നിട്ട് ആ കമ്പ്യൂട്ടർ നന്നാക്കുന്ന ആളെടുത്ത് ചെല്ലണം. കമ്പ്യൂട്ടർ നന്നാക്കുന്ന ആളെടുത്ത് ചെന്നെങ്കിൽ മാത്രമേ അത് ശരിയായിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അയാൾക്ക് മാത്രമേ അതറിയൂ. അല്ലാതെ ഒരു പച്ചക്കറി കടക്കാരൻ്റെ ചെന്നിട്ട് കമ്പ്യൂട്ടർ നന്നാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല, നടക്കുന്ന കാര്യമല്ല. അപ്പം ശരിയായിട്ട് അറിയുന്ന വ്യക്തിയുടെ അടുത്ത് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്.
അതുകൊണ്ട് എന്താണ് വേദങ്ങൾ പറയുന്നു, തത്വിജ്ഞാനാർത്ഥം സഗുരും ഏഭാഭിഗച്ഛേത്. അതായത് ശരിയായിട്ടുള്ള ഒരു ഗുരുവിനെ സമീപിച്ചിട്ട് വേണം എന്ത് ശരിയായ ജ്ഞാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നതും നമ്മൾ പഠിക്കുന്നതും ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്നതൊക്കെ എന്താണ്, നമ്മൾ ആ എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ അതിന്റെ ബ്രാൻഡ് നമ്മൾ നോക്കും അല്ലേ, ഏത് കമ്പനിയുടെ ആണെന്ന് നോക്കും. നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുവാണെങ്കിലും ആ സ്കൂൾ ആധികാരികത ഉള്ളയാണോ എന്ന് നമ്മൾ നോക്കും. ഇങ്ങനെ നമ്മൾ വിടുന്നു അല്ലേ. അതുപോലെ തന്നെയാണ് എന്ത് വൈദിക ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം നമ്മൾ പഠിക്കേണ്ടതും എവിടെ നിന്ന് വേണം? ശരിയായ ഗുരുശിഷ്യ പരമ്പരയിൽ കൂടി തന്നെ വേണം പഠിക്കുവാൻ വേണ്ടിയിട്ട്. ശരിയായ വൈദിക ജ്ഞാനം മനസ്സിലാക്കിയ ഒരു ഗുരുവിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ഗുരുവിന്റെ പ്രതിനിധിയിൽ നിന്നോ വേണം എന്ത് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതും മറ്റുമൊക്കെ എന്താണ്, അതെല്ലാം താൽക്കാലികമാണ്, അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. വൈദിക ജ്ഞാനം അല്ലെ, ആധ്യാത്മിക ജ്ഞാനം മാത്രമേ എന്ത് നമ്മളെ രക്ഷിക്കുകയുള്ളൂ. ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയാൽ നിർമ്മിച്ച ഒരു യന്ത്രമാണ്. യന്ത്രരൂഢാനി മായയ അല്ലെ. ഈ യന്ത്രത്തോട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ശരീരത്തോട് അത്രയധികം ആസക്തിയുള്ള വ്യക്തികൾക്ക് എന്ത് വേണം? അവർക്കാണ് ഈ യോഗയും ധ്യാനവും ഒക്കെ ശുപാർശ ചെയ്യുന്നത്. ആ സമ്പ്രദായങ്ങൾ എന്താണ്? യോഗയില് ചിലർക്ക് ചില വ്യായാമങ്ങളും മറ്റുമൊക്കെ ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് അല്ലെ ഹൃദയാന്തർഭാഗത്ത് പരമേശ്വരനായിട്ടുള്ള വിഷ്ണുവിനെ മനസ്സിലാക്കാം എന്നതാണ് ആ പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പം അതെല്ലാം ഒരു യാന്ത്രികമായിട്ടുള്ള പ്രക്രിയകളാണ്. എന്നാല് ഭക്തി സമ്പ്രദായം അത് ഈ ഒരു യാന്ത്രികമായിട്ടുള്ള പ്രക്രിയയ്ക്ക് മുകളിലാണ്. അപ്പം അതിനാലാണ് പറയുന്നത് ഭക്തി ആരംഭിക്കുന്നത് തത്വിജ്ഞാനം, ആത്മീയ അറിവ് അല്ലെ, ആത്മീയമായ അറിവ് എന്നിവയ്ക്കായുള്ള അന്വേഷണത്തോടെയാണ് ഇത് ആരംഭിക്കുക എന്ന് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത്. നമുക്ക് ഇനി എന്ത് എന്നുള്ള നമ്മുടെ ചോദ്യത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ ആത്മീയ ജ്ഞാനത്തെ കുറിച്ചുള്ള അറിവ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് പോകേണ്ടത്. അത് മാത്രമേ നമ്മളെ രക്ഷിക്കുകയുള്ളൂ. അതിനാല് ആത്മീയ അറിവ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഗുരുവിനെ നമ്മൾ സമീപിക്കണം. അപ്പം ഗുരു എന്ന വാക്കിന് ഒരു അർത്ഥം എന്ന് പറയുന്നത് ഭാരമുള്ളത് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? അറിവിന്റെ ഭാരം ചുമക്കുന്ന ആളാണ് ആര്? ഗുരു. അപ്പം ഈ അറിവ് എന്താണ്? അറിവ് എന്ന് പറയുന്നത് കഠോപനിഷത്തിൽ പറയുന്നത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. സനാതനധർമ്മത്തില് അല്ലെ, സനാതനധർമ്മത്തില് എന്താണ്? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അപ്പം ഈ സനാതനധർമ്മ പാരമ്പര്യത്തില് അല്ലെങ്കിൽ അതിനകത്ത് മൊത്തം അറിവുള്ളവര് അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ അറിവുള്ളവരും ശരിയായ ജ്ഞാനമുള്ള വ്യക്തികളെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് എന്ത്? ശ്രോത്രിയ എന്ന് പറയുന്നത്. വേദങ്ങൾ പഠിപ്പിക്കുകയും വിവിധ യാഗങ്ങൾ അനുഷ്ഠിക്കുകയും പിന്നെയോ ഇതേപോലെ ആധ്യാത്മികജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ പണ്ഡിത ബ്രാഹ്മണരെ സൂചിപ്പിക്കുന്നതാണെന്ന് ശ്രോത്രിയം എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണ്? ജന്മന അല്ല, കർമ്മം കൊണ്ടാണ്. അപ്പം ഗുരുപരമ്പരയില് അല്ലെങ്കിൽ അഥവാ ശിഷ്യപരമ്പരയിൽ പെട്ടവര് ആ ശിഷ്യപരമ്പരയിൽ പെട്ടവരിൽ നിന്ന് വേണം എന്ത് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാം. അതുകൊണ്ടാണ് ഭഗവാൻ 4-ാം അധ്യായത്തിലും പറയുന്നത് അർജുനനോട് പറയുന്നത്, അർജുന ഇതിനു മുമ്പ് ഞാൻ ഇതൊക്കെ ഉപദേശിച്ചതാണ്, അത് മുറിഞ്ഞു പോയി, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ എനിക്ക് ഉപദേശിക്കുന്നത്. എങ്ങനെ? ഏവം പരമ്പരാപ്രാപ്തവിധം രാജർഷയോ വിധു. ഇത് എന്താണ്? അത്യധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജ്ഞാനമാണ്. ഏവം പരമ്പരാപ്രാപ്തം, ഇത് പരമ്പര വഴി കൈമാറി വന്നിട്ടുള്ള അറിവാണ് അല്ലെ. അത് സാധാരണ ഒരു അറിവല്ല. സാധാരണ അതീന്ദ്രിയ ജ്ഞാനം വേണമെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു അതീന്ദ്രിയ ജ്ഞാനം വേണമെങ്കിൽ എന്ത് വേണം? അത് ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് വേണം നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ശ്രോത്രിയം എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയാണ്. എന്താണ്? അത് ശിഷ്യ പരമ്പരയിൽ നിന്ന് കേട്ടവര് അല്ലെ, ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് കേട്ടവരാണ് ആര്? പണ്ഡിതന്മാര്. അപ്പം അവർക്ക് മാത്രമേ എന്ത് പറ്റൂ? ഈ ശരിയായ ജ്ഞാനം നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് എന്ത് വേണം? നമ്മൾ
കേട്ട് മനസ്സിലാക്കണം. ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ എന്ത് വേണം? ആ ഒരു ഗുരുവിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ആധികാരികമായിട്ടുള്ള ഒരു ഗുരു. അല്ലാതെ നമ്മുടെ അസുഖം മാറ്റുന്ന എവിടെയെങ്കിലും ചെന്നിട്ട് നമ്മളെ അസുഖം മാറ്റുന്നു എന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. യഥാർത്ഥത്തിൽ ശരിയായ ജ്ഞാനം നൽകുന്ന, ശരിയായ ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെ ആയിരിക്കണം നമ്മൾ എന്ത് വേണം? ഗുരുവായിട്ട് സ്വീകരിക്കേണ്ടത്. ആ ശ്രവണത്തിന്റെ ഫലം എന്തായിരിക്കണം? ബ്രഹ്മനിഷ്ഠം ആയിരിക്കണം. അദ്ദേഹത്തിന് എന്താണ്, അല്ലെങ്കിൽ ആ ഗുരു എന്താണ്? ഭഗവാന്റെ സേവനത്തിൽ അത്രമാത്രം ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്, അല്ലെ? കൃഷ്ണനിൽ അത്രമാത്രം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും അത്രയും ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് എന്ത്? ആ ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് വരുന്ന ആ ഒരു ഗുരു എന്ന് പറയുന്നത്. അത് ഭഗവാനിൽ നിന്ന് വരുന്ന പരമ്പരയാണ്, അല്ലെ? ഭഗവാൻ ആർക്ക്? ബ്രഹ്മാവിന് ഉപദേശിക്കുന്നു, ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് ഉപദേശിക്കുന്നു, നാരദ മഹർഷി വ്യാസദേവൻ ഉപദേശിക്കുന്നു, വ്യാസദേവൻ മധ്വാചാര്യർക്ക് ഉപദേശിക്കുന്നു. അങ്ങനെ അങ്ങനെ വന്ന്, അല്ലെ, പ്രബോധാതരിലൂടെ എവിടെ എത്തി? നമ്മളിലേക്കും, അല്ലെങ്കിൽ പ്രഭുപാദിന്റെ ശിഷ്യര് നമ്മളിലേക്കും ഇത് എത്തിക്കുന്നു. കാരണം എന്താണ്? ആ ഒരു ഗുരു മറ്റു ജോലികളൊന്നും ചെയ്യുന്നില്ല, അല്ലേ? 24/7 എപ്പോഴും എന്താണ്? ഭഗവാന്റെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങള് പ്രചരിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്, അല്ലേ? അറിയാം, എൻ്റെ ഗുരു മഹാരാജ്, ശ്രീ ജയപ്രതാപ സ്വാമി ഗുരു മഹാരാജിന്റെ അവസ്ഥയൊക്കെ അറിയാവുന്നതാണ്. കാരണം അദ്ദേഹം 2008 എന്താണ്? ശരീരം മൊത്തം തളർന്നിട്ട് വീൽ ചെയറിലാണ് നിൽക്കുന്നത്. എന്നിട്ടോ 2018 20 ആണ് അദ്ദേഹം എല്ലാ അവയവങ്ങളും മാറ്റിവെച്ചാണ് ശരീരത്തിലെ കിഡ്നി, കരള് എല്ലാം കംപ്ലീറ്റ് അവയവങ്ങളും മാറ്റിവെച്ച വ്യക്തിയാണ്. പക്ഷെ എന്നിട്ട് പോലും എന്താണ് അദ്ദേഹം 24 മണിക്കൂറും എന്ത്? ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ടും പിന്നെയോ ശിഷ്യരെയും സ്വീകരിക്കുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹം. അപ്പം അവര്, ആ ഗുരുക്കന്മാര് എന്ന് പറയുന്നത് അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ്, അല്ലേ? അവർക്ക് വേറെ ഒരു ചിന്തയുമില്ല, അല്ലെങ്കിൽ വേറെ ഒരു അഭിലാഷങ്ങൾക്കും വേണ്ടിയല്ല അവർ ജീവിക്കുന്നത്. ഭൗതികപരമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും അവർക്കില്ല. പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഭഗവാന്റെ നാമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഭഗവാന്റെ ഗുണം ലീലകളെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്നിട്ടോ അതുവഴി പതിതരായിട്ടുള്ള നമ്മളെ പോലെയുള്ള ആത്മാക്കളെ എന്താണ്? ഉയർത്താൻ വേണ്ടിയിട്ട്, അതീന്ദ്രിയമായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതേപോലുള്ള ഒരു ഗുരുവിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം അവരുടെ ജോലി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അപ്പം ഒരു MBA ഉള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഒരു PhD ഉള്ള വ്യക്തിയോ എന്താണ്? അവരൊരു പണ്ഡിതരാവുകയില്ല, അല്ലേ? ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് ആധികാരികത എന്ന് പറയുന്നത് ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നും കേട്ട് ഭക്തിപൂർവമായ സേവനത്തില് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പം അതുപോലെ ഒരു സമ്പ്രദായം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആധ്യാത്മികത പഠിക്കാനുള്ള 4 സമ്പ്രദായങ്ങളെ ഉള്ളു, അല്ലെ? ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം, ബ്രഹ്മ സമ്പ്രദായം. ഗർഗഭാഗവതം, വേദങ്ങള്, പത്മപുരാണം, ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു 4 സമ്പ്രദായത്തെ കുറിച്ചാണ്. അപ്പം ഈ ഒരു 4 സമ്പ്രദായത്തിലും ഇപ്പോഴും ആ ഒരു സമ്പ്രദായം മാത്രമേ ഉള്ള ആക്റ്റീവായിട്ടുള്ളതാണ് ബ്രഹ്മ സമ്പ്രദായം, നമ്മൾ ഉള്ള സമ്പ്രദായം. ഈ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ നിന്ന് വേണമെന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. കാരണം മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം വേറെ വഴിക്കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പം ഏറ്റവും അൾട്ടിമേറ്റ് ഗോള് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ. അപ്പം ആ കൃഷ്ണനിലേക്കും വിഷ്ണുവിലേക്കും എത്താനുള്ള മാർഗം ഈ 4 സമ്പ്രദായങ്ങൾ. വേറെ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്, മീൻസ് മറ്റുള്ള ദേവീ ദേവതമാരും ഒക്കെ ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് ഗോള് എന്ന് പറയുന്നത് ഗോലോകമാണ്, ഒരു വ്യക്തിയുടെ ഗോൾ. അതായത് കാരണം നമ്മൾ എല്ലാം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ആധ്യാത്മിക ലോകത്തിൽ നിന്നാണ്, ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്, ഭഗവാന്റെ ധാമത്തിൽ നിന്നാണ് നമ്മളെല്ലാം ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പം തിരിച്ചു പോകേണ്ടത് എങ്ങോട്ടാണ്? ആ ഭഗവാന്റെ അടുക്കലേക്കാണ്. ആ ഭഗവാന്റെ അടുക്കിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തരുന്ന സമ്പ്രദായങ്ങളെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. മറ്റുള്ള ദേവീ ആരാധന, ദേവത ആരാധനകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമുക്ക് താൽക്കാലികമായിട്ടുള്ള ശാന്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വർഗലോകം വരെ പോകാനുള്ള ശാന്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര എടുത്തു പറഞ്ഞത്. നമ്മൾ എപ്പോഴും എന്താണ്? ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ശ്രമിക്കുവാൻ വേണ്ടിയിട്ട്. കുടുംബവും എല്ലാം നോക്കിയിട്ട്, പക്ഷെ എല്ലാത്തിനും മുകളിൽ എന്ത് വേണം? ഈ
ഭഗവാനോടുള്ള ഭക്തിയും സേവനങ്ങളും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഗോലോകത്തിൽ പോകാം, അതിനുള്ള വഴിയിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ആദ്യം പറഞ്ഞ ശ്ലോകത്തിൽ എന്താണ് അതിൽ പറയുന്നത്? മൈത്രേയ മുനിയിൽ നിന്നും വിതുരന് കേട്ടു എന്നാണ് അല്ലേ. എന്നിട്ട് അതിനുശേഷം വിതുരന് എന്താണ് സന്തുഷ്ടനായി എന്നാണ് പറയുന്നത്. അതുപോലെ ആയിരിക്കണം എന്ത് നമ്മളും അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കും സന്തോഷമുണ്ടാകണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗുരുവിനെ ശരിയായിട്ട് തൃപ്തിപ്പെടുത്തിയില്ല എങ്കിൽ എന്താണ് നമുക്ക് ശരിയായിട്ടുള്ള അറിവ് ലഭിക്കുകയില്ല. ചിലപ്പോൾ സമയത്ത് നമുക്ക് ഗുരുവിനെ നേരിട്ട് നമുക്ക് സേവനം ചെയ്യാൻ പറ്റില്ലായിരിക്കാം, അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ പറ്റില്ലായിരിക്കാം. എങ്കിൽ പോലും എന്താണ് വേണ്ടത്? നമ്മൾ ആ ഗുരുവിൻ്റെ പ്രതിനിധികളുണ്ട്, അവരിൽ നിന്ന് നമ്മൾ നല്ല രീതിയിൽ കേട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പം ഭഗവത്ഗീതയില് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എന്താണ്? ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താണ് ശുപാർശ ചെയ്യുന്നത്? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. ഒരാള് ഗുരുവിന് പ്രണാമമർപ്പിക്കണം. ഗുരുവിന് പറ്റില്ല, ഗുരുവിന്റെ പ്രതിനിധിക്കെങ്കിലും. പിന്നെയോ അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കണം, അദ്ദേഹത്തെ സേവിക്കണം. കാരണം എന്താ? അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ. അപ്പം അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഇത് ഭഗവത്ഗീതയിൽ പറയുന്നത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിന. കാരണം പരമസത്യത്തെക്കുറിച്ച് അറിവുള്ള വ്യക്തിയാണ് ആര്? യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത്. അപ്പം ആ ഗുരുവിനെ നമ്മൾ സമീപിക്കണം, അദ്ദേഹത്തിന് പ്രണാമമർപ്പിക്കണം, അദ്ദേഹത്തിന് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എന്നാല് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും സേവനങ്ങൾ ചെയ്തില്ലെങ്കിലും എന്താണ്? നമ്മൾ സമയം നമ്മുടെ പാഴാക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ക്ഷേത്ര ദർശനങ്ങൾ. വെറുതെ നമ്മൾ നമ്മുടെ ലക്ഷ്യം അറിയാതെ ഇതിനു വേണ്ടിയിട്ട് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഏ പല പല കഥകൾ കേൾക്കാൻ വേണ്ടി നമുക്ക് ഇൻട്രസ്റ്റാ, നമ്മൾ അതിന്റെ വഴിക്ക് പോകും. എല്ലാം വേണമല്ല, പക്ഷെ അതിന്റെ തത്വം മനസ്സിലാക്കണം. വെറുതെ നമ്മൾ സമയം പാഴാക്കരുത് നമ്മുടെ ജീവിതം. കാരണം ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? അത്രമാത്രം അമൂല്യമാണ്. ഇനിയിപ്പം ഈ ഒരു ശരീരം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം ഒരു മനുഷ്യജീവിതം അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് എന്ത് വേണം? അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മം കിട്ടിയാൽ തന്നെ ഈ ഒരു അറിവ് നമുക്ക് ലഭിക്കണമെന്നില്ല. ഈ ഒരു അറിവ് ലഭിക്കുന്ന മാത്രമേ തന്നെ എന്ത് വേണം? നമ്മൾ അത് പിന്തുടരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ സമയം പാഴാക്കുകയാണ്. ഒരു മടിയും കൂടാതെ എന്ത് വേണം? നമ്മൾ ഗുരുവിനെയും അല്ലെങ്കിൽ ഗുരുവിന്റെ പ്രതിനിധിയൊക്കെ കാണുന്ന സമയത്ത് എന്ത് പ്രണാമം അർപ്പിക്കണം. അത് ഭഗവാൻ നിർദ്ദേശിക്കുന്ന കാര്യമാണ്. ഇപ്പം ഒരു വ്യക്തി, ഒരു ഭക്തൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സന്യാസി വര്യൻ ആരും ആയിക്കോട്ടെ, വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമല്ലായെങ്കിൽ പോലും എന്ത് വേണം? നമ്മൾ പ്രണാമം അർപ്പിക്കണം. അല്ലെങ്കിൽ ഒരു സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൈ കൊണ്ടെങ്കിലും എന്ത് വേണം? നമ്മൾ പ്രണാമം അർപ്പിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഭഗവാൻ പറയുന്നത് പറഞ്ഞുകൊണ്ട് വന്നുപോയി. അപ്പം അതീന്ദ്രിയ ജ്ഞാനം സ്വീകരിക്കേണ്ടത് എവിടുന്ന് വേണം? ശരിയായിട്ടുള്ളൊരു ഗുരുവിൽ നിന്ന് വേണം. ഭഗവാൻ പിന്നീട് എന്താണ് പറയുന്നത്? ഭഗവത്ഗീതയില് 18-ാം അധ്യായം 66-ാം ശ്ലോകത്തില് സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ. അല്ലേ? എന്താണത്? നീ എല്ലാം ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അതുവരെ ചെയ്തിരിക്കുന്ന ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ത് വേണം? എനിക്ക് മാത്രം പ്രണാമം അർപ്പിക്കുക, അല്ലെങ്കിൽ എന്നിൽ കീഴടങ്ങുക എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ നമ്മൾ തുടക്കത്തിൽ എന്ത് വേണം? ഭഗവാന് കീഴടങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് വേണം? ആ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഗുരുവിനെല്ലാം നമ്മൾ സമർപ്പിക്കണം. അല്ലെ? ആത്മസമർപ്പണം നടക്കണം. കാരണം ഭഗവാൻ അതുവരെയുള്ള ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കൂ എന്ന് പറയാൻ കാരണം
ഭഗവത്ഗീതയിൽ എല്ലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. യോഗയെ കുറിച്ച് പറയുന്നുണ്ട്, ധ്യാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, ജ്ഞാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അവസാനം വന്നിട്ട് അപ്പം പിന്നെ എന്താണ്, ഭക്തിയോഗവും പറയുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ഉപരി ഭക്തിയോഗമാണ് എന്ന് ഭഗവാൻ ആരെയാണ്, അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കിയതിന് ശേഷമാണ് അവസാനം എന്ത്, സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രജ, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ ശരണം പ്രാപിക്കാൻ പറയുന്നത്. കാരണം ആ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വീടും കൂടും ഉപേക്ഷിച്ചിട്ട് ചെല്ലാനല്ല ഭഗവാനോട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, ആത്മീയ ജ്ഞാനം, അതായത് എന്താ പറയുന്നത്, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു പ്രക്രിയകളെല്ലാം ഉപേക്ഷിക്കൂ. ധ്യാനവും യോഗവും ജ്ഞാനവും എല്ലാം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പിന്നെ എന്താണ് പറയുന്നത്, ഭക്തിയോഗം. ഭക്തിയോഗത്തിൽ എന്താണ്, ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നീ മറ്റുള്ള സർവ്വധർമാൻ പരിത്യജ, മറ്റു ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറയുന്നത് ആ ധർമ്മങ്ങൾ. ആ ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പിന്നെയോ മാം ഏകം ശരണം വ്രജ, മാം എന്നെ തന്നെ ഏകം ശരണം വ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കാനാണ് പറയുന്നത്. നിനക്ക് ഞാൻ മോക്ഷപ്രാപ്തി നൽകാം. സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ. അതാണ് ഭഗവാൻ പറയുന്നത്. ആ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്, മറ്റെല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കും, ഞാൻ നിനക്ക് മോക്ഷം നൽകാം. വേറെ ആരും പറയുന്നില്ല മോക്ഷം നൽകാമെന്ന്. ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമേ പറയൂ എന്ത്, മോക്ഷം നൽകാമെന്ന്. അതുകൊണ്ടാണ് ആധികാരികമായിട്ടുള്ള ഒരു ഗുരുവും ഗുരുവിന്റെ പ്രതിനിധിയും എല്ലാം അവിടെ നിന്ന് മാത്രം നമ്മൾ കേൾക്കണമെന്ന് പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് എന്താണ്, ഭഗവാന്റെ പ്രതിനിധിയാണ് അല്ലെ. ഭഗവാന്റെ ബാഹ്യമായിട്ടുള്ള പ്രതിനിധിയാണ് ആര്, ഗുരു എന്ന് പറയുന്നത്. ആന്തരികമായിട്ടുള്ള ഗുരു ആരാണ്, ഭഗവാൻ തന്നെയാണ്. ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശ അർജുന തിഷ്ഠതി. കൃഷ്ണൻ ആധ്യാത്മിക ലോകമായിട്ടുള്ള ഗോലോകത്തിൽ വസിക്കുന്നുവെങ്കിലും അവിടെ മാത്രമല്ല ഉള്ളത്, പിന്നെയോ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും പരമാത്മാ രൂപേണ ഭഗവാനുണ്ട്. ഈ പ്രകൃതിയിൽ പോലും ഭഗവാനുണ്ട്. അപ്പൊ ഈ പ്രകൃതിയും ഭഗവാനാണെന്ന് പറയാൻ കാരണം എന്താണ്, ഭഗവാന്റെ ശക്തി അല്ലെ. ഇപ്പൊ ദൂരെ എടുത്തൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് നമ്മളിവിടെ ഊതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആണേ, എന്തുകൊണ്ടാണ്, അത് നമ്മുടെ ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അണയ്ക്കുന്നത്. അതേപോലെ ഭഗവാൻ എവിടെ നിന്നിട്ട് ഭഗവാന്റെ ശക്തിയാലാണെന്ത്, ഈ പ്രകൃതി എല്ലാം ഭഗവാൻ നിയന്ത്രിക്കുന്നത്. ഭഗവാൻ എന്താണ്, ഗോലോകത്തിലാണ് എങ്കിലും ഭഗവാൻ എല്ലാവരുടെ ഉള്ളില് കൃഷ്ണ ഭഗവാൻ ഇരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മുടെ ആന്തരിക ഗുരുവും ബാഹ്യ ഗുരു എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഗുരുവും നമുക്ക് വേണം. നമുക്ക് എന്താണ്, ശരിയായിട്ടുള്ള ജ്ഞാനം നൽകാൻ വേണ്ടിയിട്ട്. അപ്പൊ പരമാത്മാ രൂപേണ ആര്, ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. അതേപോലെ ഇവർ രണ്ടും എന്താണ്, ആത്മാവും പരമാത്മാവും. ആത്മാവ് എന്ന് പറയുന്നത് നമ്മള്, അത് പരമാത്മാവ് ഭഗവാൻ. പക്ഷെ പരമാത്മാവിന്റെ അംശം തന്നെയാണ് ആര്, ഈ ജീവസത്തകൾ എന്ന് പറയുന്ന ആത്മാക്കള്. പിന്നെ പറയുന്നത് ക്ഷേത്രജ്ഞാം ചാഭിമാ വിദ്ധി സർവക്ഷേത്രേഷു ഭാരതം. ഓരോ ശരീരത്തിലും വ്യക്തിഗത ആത്മാവിന് പുറമെ, ഭഗവത്ഗീത 13 മുതൽ പറയുന്നുണ്ട്, ഓരോ വ്യക്തിഗത ആത്മാവിന് പുറമെ എന്താണ്, ഞാൻ പരമാത്മാവായും സന്നിഹിതനാണ്. ക്ഷേത്രജ്ഞ എന്ന വാക്കിന്റെ അർത്ഥം ക്ഷേത്രത്തെ, അത് ശരീരം എന്ന് പറയുന്നത് എന്താണ്, ക്ഷേത്രമാണ്. അപ്പം ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാല് ഈ ശരീരത്തെ അറിയുന്നവൻ എന്നാണ് അർത്ഥം. അപ്പം ഭഗവാൻ പറയുന്നത്, ഞാന് ഈ ശരീരത്തിന്റെ ജ്ഞാനി അല്ലെങ്കിൽ അധിപനാണ്. ശരീരം എന്ന് പറയുന്നത് എന്താണ്, ഒരു വീട് പോലെയാണ്. അപ്പം വീട്ടുടമസ്ഥനും, ശരീരം ഒരു വീട്, പിന്നെ എന്താണ്, ഒരു വീട്ടുടമസ്ഥനുണ്ടാവും, പിന്നെ അവിടെ എന്താണ്, ഒരു വാടകക്കാരനും ഉണ്ടാകും. അപ്പം ഒരു വാടകക്കാരന് വേണമെങ്കിൽ ആ വീട്ടിൽ താമസിക്കാം, പക്ഷെ അദ്ദേഹമാണോ അതിന്റെ ഉടമസ്ഥൻ, അല്ല. ആ വീടിനൊരു ഉടമസ്ഥനുണ്ടല്ലേ, അദ്ദേഹം അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അതേപോലെയാണ് നമ്മൾ ആത്മാക്കള് എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ വാടകക്കാരാണ്, അല്ലെ കുടിയാന്മാരെന്ന് പറയും. നമ്മളെന്താണ്, ഉടമസ്ഥരല്ല. ഉടമസ്ഥരാരാണ്, ഉടമസ്ഥൻ പരമാത്മാവാണ്. മനസ്സിലായോ? ഒരു വീട്
ഒരാളുടെ സ്വന്തമാണ് വീട്, പക്ഷെ അവിടെ ഒരു വാടകക്കാരനുണ്ട്, അല്ലേ? അപ്പൊ അതുമാതിരിയാണ് എന്ത് നമ്മുടെ അവസ്ഥയും. നമ്മള് ഈ വാടക വീട്ടിലെ വാടകക്കാരാണ് ആര്? നമ്മള്, ഈ ആത്മാക്കള്. പക്ഷെ അതിന്റെ ഉടമസ്ഥൻ ആരാണ്? പരമാത്മാവ്. അപ്പം ഈ ഉടമ എപ്പോഴാണോ നമ്മളോട്, അല്ലേ, ഈ ആത്മാവിനോട് പറയുന്നത് ഈ ശരീരം വിട്ട് പോകണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് പോയേ പറ്റൂ. ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകൂ എന്ന് ആ വീട്ടുടമ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ശരീരത്തിൽ നിന്ന് പോയേ പറ്റൂ. പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ അവകാശമില്ല. കാരണം എന്താണ്? നമ്മൾ അവിടെ വെറും വാടകക്കാരാണ്. ഒരു നിശ്ചിത കാലയളവിലേക്ക് വേണ്ടി മാത്രം താമസിക്കാൻ വന്ന വ്യക്തികളാണ്. ആ സമയത്ത് നമ്മൾ എന്ത് വേണം? ആ ശരീരം ഉപേക്ഷിച്ചേ പറ്റൂ. അതിനെയാണ് എന്ത് പറയുന്നത്? മരണം. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള വേദജ്ഞാനം. വേദജ്ഞാനം എന്ന് പറയുന്നത്, ഈ വേദം എന്ന് പറയുന്ന എല്ലാ ജ്ഞാനം എന്നാണ് ഇതിലേക്കാണ് എത്തുന്നത്. യഥാർത്ഥമായിട്ടുള്ള വേദജ്ഞാനം എന്ന് പറയുന്നത് ഇതാണ്. എപ്പോഴാണ് വീട്ടുടമസ്ഥൻ വാടകക്കാരനോട് പറയുന്നത് ഇറങ്ങി പോകൂ എന്ന് പറയുന്ന സമയത്ത് അവിടുന്ന് ഇറങ്ങണം. അതുമാതിരിയാണ് നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? ഭഗവാനാണ്, പരമാത്മാവാണ്. നമ്മൾ അവിടുത്തെ വാടകക്കാരാണ്, ആത്മാക്കളാണ്. എപ്പോഴാണ് പരമാത്മാവ് പറയുന്നത് നീ ഇറങ്ങി പൊക്കോ? എങ്ങനെയാ? നീ വാടക കൃത്യമായിട്ട് തരുന്നില്ല, അല്ലേ? നീ ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതുകൊണ്ട് എന്റെ പ്രോട്ടോകോൾ അനുസരിച്ചല്ല നീ ഇവിടെ ജീവിക്കുന്നത്, അതുകൊണ്ട് നീ ശരീരത്തിൽ നിന്ന് പോകുമെന്ന് പറ, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് പോയേ പറ്റൂ. അതാണ് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം. അതിനെയാണെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ശരീരം ഉപേക്ഷിക്കണം. അതാണ്, അതിനെ മരണം എന്ന് പറയുന്നു. ഇതാണ് ശരിയായിട്ടുള്ള വേദജ്ഞാനം. അതിനാല് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മനസ്സിലാക്കാൻ എന്ത് വേണം? ജിജ്ഞാസുവായിട്ടുള്ള ഒരാള് ശരിയായിട്ടുള്ള ഗുരുവിനെ സമീപിക്കണം. ഭൗതികപരമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്താണ്? ഒരു ഗുരുവിനെ ആവശ്യമില്ല, അല്ലെ? അവർക്ക് ഇതിനെപ്പറ്റി വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം എവിടെങ്കിലും നമ്മുടെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ മാറ്റുന്ന ഒരാളെ പോലും നമ്മളെന്ത് ഗുരുവായിട്ട് നമ്മൾ സങ്കല്പിക്കാറുണ്ട്. നമ്മുടെ അസുഖങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു കാര്യങ്ങൾ ചെയ്ത് അതിനെ മാറ്റി തന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഗുരുവായിട്ട് ആൾക്കാർ കണക്കാക്കാറുണ്ട്. അല്ലെങ്കിൽ ചില സന്യാസിമാരെ പോലെ ഇരിക്കുന്നവരുണ്ട്. അപ്പം അവരെയൊക്കെ സമീപിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, സ്വാമി എൻ്റെ അസുഖം ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റണം എന്ന് പറയാറുണ്ട്, അല്ലേ? അപ്പൊ അവരുടെ പക്കൽ ചിലപ്പം എന്തെങ്കിലും ഒരു മന്ത്രം കാണും, അസുഖം മാറ്റാനുള്ള മന്ത്രം. അത് എന്താണ്? ആ അസുഖം മാറ്റുന്നത് കുറച്ചു നേരത്തേക്കേ കാണൂ. അത് താൽക്കാലികമാണ്. അപ്പം അല്ലെങ്കിൽ കുറച്ച് സമ്പത്ത് നൽകാൻ വേണ്ടിയിട്ട് ചില മന്ത്രങ്ങൾ കൊണ്ട് സാധിക്കും. അവർക്ക് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. അപ്പം ഭഗവാൻ എന്താണ് പറയുന്നത്? യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന്റെ തത്വദർശിന. തത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരമസത്യത്തെക്കുറിച്ച് പഠിക്കാൻ ഒരാൾ ഒരു ഗുരുവിനെ സമീപിക്കണം. എങ്ങനെയാണ്? പരമസത്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇതിന്റെ എല്ലാം സൃഷ്ടാവിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വേണം എന്ത്? ഒരാളൊരു ഗുരുവിനെ സമീപിക്കണം. എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു രോഗം ഭേദമാക്കാൻ വേണ്ടിയിട്ടല്ല ഗുരുവിനെ അന്വേഷിക്കേണ്ടത്. ഗുരു എന്ന് പറയുന്നത് ആരാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഗുരുവിനെ അന്വേഷിക്കേണ്ടത്? വേദശാസ്ത്രങ്ങളെയോ വേദങ്ങളെയോ അറിയുന്നവനും കൃഷ്ണനെ, അല്ലേ, കൃഷ്ണനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മെ പഠിപ്പിക്കുന്നവനുമാണ് ആര്? അങ്ങനെയുള്ള വ്യക്തിയാണ് ആര്? ഗുരു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടൊന്നും കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയില്ല. അത് സാധ്യമല്ല. നമുക്കതിനു വേണ്ടിയിട്ടുള്ള കഴിവുമില്ല. കാരണം ഭഗവാൻ അത്രമാത്രം ഉയരെയാണ് ഇരിക്കുന്നത്. ഈവൻ ഈ എന്താ പറയുക, ഋഷിവര്യന്മാർക്കോ ഉപദേവതമാർക്കോ ഇവർക്ക് ആർക്കും ആരെയാണ്
ഭഗവാനെ അറിയില്ല. കാരണം നമ്മൾ പരിമിതരാണ്, നമ്മുടെ അറിവും പരിമിതമാണ്. ഭഗവാൻ എന്ന് പറയുന്നത് അത്രമാത്രം ഉയരെയാണ്. അപ്പൊ ഭഗവാന് തന്നെ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭഗവാന് തന്നെ ഭഗവാന്റെ മഹത്വം ഒന്നും തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് കഴിഞ്ഞിട്ടില്ല. അപ്പം രാധാറാണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണെന്ത്, ഭഗവാന് പോലും മനസ്സിലായിട്ടില്ല അദ്ദേഹം ഇത്രമാത്രം ആകർഷകനാണ് എന്ന്. അതിനാണ് അദ്ദേഹം രാധാറാണിയുടെ ഭാവത്തില് മായാപൂരില് ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതാരമെടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെയാണെന്ത്, രാധാറാണിയുടെ ഭാവത്തില് ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതാരമെടുത്തത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾക്ക് പൂർണ്ണമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാനുള്ളത് സാധ്യമല്ല. പക്ഷേ നമ്മുടെ ഈ പരിമിതമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ കഴിവുകൾ അനുവദിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മനസ്സൊക്കെ അനുവദിക്കുന്നിടത്തോളം മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. മറ്റെല്ലാത്തിനും ഉപരിയായിട്ട് ഭഗവാൻ എന്നുള്ള ഒരു പേരില്, അല്ലെങ്കിൽ ഭഗവാനാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിൽ, ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവനമാണ് വലുത്, നാമജപമാണ് വലുത്, ഈ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതാണ് പൂർണ്ണത. കാരണം നമുക്ക് എല്ലാം കിട്ടൂല. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറയുന്നത്, ജന്മകർമ്മ ചമയ ദിവ്യം ഏവം യോ വേത്തി തത്വത തെക്വാദേഹം പുനർജന്മ നൈതി മാം ഏതിസോ അർജുന. എന്റെ രൂപത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും പിന്നെ അതീന്ദ്ര സ്വഭാവം അറിയുന്ന ഒരാൾ, ജന്മകർമ്മ ചമയ ദിവ്യം ഏവം യോ വേത്തി തത്വത തെക്വാദേഹം പുനർജന്മ നൈതി മാം ഏതിസോ അർജുന. എന്റെ രൂപത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും അതീന്ദ്ര സ്വഭാവം അറിയുന്ന ഒരാൾ, തെക്വാദേഹം പുനർജന്മ നൈതി മാം ഏതി അർജുന സോ അർജുന. അതായത് തെക്വാദേഹം പുനർജന്മ, ശരീരം വിട്ടു പോകുമ്പോൾ ഈ ഭൗതിക ലോകത്ത് വീണ്ടും ജനിക്കുന്നില്ല, മറിച്ചോ എന്റെ നിത്യവാസ സ്ഥലത്ത് എത്തുന്നു. ഭഗവാൻ അർജുനോട് പറയുകയാണെന്ന് ഭഗവത്ഗീതയില് 4-ാം അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകമാണെന്ന്, എന്റെ രൂപത്തിന്റെയും പ്രവർത്തനങ്ങളുടെ അതീന്ദ്ര സ്വഭാവം അറിയുന്ന ഒരാൾ. അതായത് കൃഷ്ണനാണ് പറയുന്നത്, അല്ലെ? അപ്പൊ കൃഷ്ണനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ കൃഷ്ണന്റെ രൂപത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അതീന്ദ്ര സ്വഭാവം അറിയുന്ന ഒരാൾ, പ്രവർത്തനങ്ങളുടെയും രൂപത്തിന്റെയും അതീന്ദ്ര സ്വഭാവം അറിയുന്ന ഒരാൾ ഈ ശരീരം വിട്ടു പോകുന്ന സമയത്ത്, ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് പിന്നെ ഈ ഭൗതിക ലോകത്ത് വീണ്ടും ജനിക്കുന്നില്ല, ഈ 14 ലോകങ്ങളിലും ജനിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. മറിച്ച് പിന്നെയോ എന്റെ നിത്യവാസ സ്ഥലത്ത് എത്തുന്നു എന്നാണ് പറഞ്ഞത്. നിത്യവാസ സ്ഥലം, നിത്യതയാണ് അവിടെ. അവിടെ മരണമില്ല, ജനനമില്ല, എപ്പോഴും നിലനിൽക്കുന്നത്. ഹേ അർജുന, എന്താണ് പറഞ്ഞത്? ഹേ അർജുന, എന്റെ രൂപത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും അതീന്ദ്ര സ്വഭാവം അറിയുന്ന ഒരാൾ ഈ ശരീരം വിട്ടു പോകുമ്പോൾ ഈ ഭൗതിക ലോകത്ത് വീണ്ടും ജനിക്കുന്നില്ല, ഈ 14 ലോകങ്ങളിലും ജനിക്കുന്നില്ല. പിന്നെയോ മോക്ഷപ്രാപ്തിയാണ്. എവിടേക്ക്? നിത്യവാസസ്ഥലമായിട്ടുള്ള ഭഗവാന്റെ ധാമില്, അവിടേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത് അർജുനന്റെ അടുത്ത്. അപ്പം ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത്, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നെ മാത്രം ശരണം പ്രാപിക്കാൻ പറയുന്നത്. പലരും പറയാറുണ്ട് കൃഷ്ണൻ നമ്മളെ പോലെ ഒരു വ്യക്തിയാണ് എന്ന്, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നുവെങ്കിൽ അങ്ങനെ കരുതുന്നവര് മൂഢന്മാരും വിഡ്ഢികളുമാണ്, തെമ്മാടികളെന്ന് വേണമെങ്കിൽ വരെ നമുക്ക് പറയാം. നമ്മൾ ചിന്തിക്കും, അല്ലെ, കൃഷ്ണൻ ഇങ്ങനെ വൃന്ദാവനത്തിൽ വന്നിട്ടുണ്ട്, അപ്പം എന്റെ ഭൗതിക ശരീരം നിർമ്മിച്ചതുപോലെ തന്നെ ആയിരിക്കും ഭഗവാന്റെ ശരീരവും അതേ ഭൗതിക ഘടകങ്ങളാൽ നിർമ്മിച്ചതാണെന്ന് നമ്മൾ ചിലപ്പം തെറ്റിദ്ധരിക്കപ്പെടും. പക്ഷെ എന്താണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്? ആ ഒരു ഭൗതിക ഊർജവും തന്റേതാണെന്നാണ് പറയുന്നത്.
5 മൂലകങ്ങൾ കൊണ്ടാണ് എന്ത് നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. വെള്ളം, ജലം, അഗ്നി, വായു, ആകാശം. അപ്പം ഈ ഘടകങ്ങളെല്ലാം തന്നെ എന്താണ്? ഭഗവാന്റെ ഊർജമാണ്. അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു നമ്മുടെ കൂട്ടുള്ള ശരീരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ആ ഭഗവാന്റെ ഊർജം തന്നെയാണെന്ത് ഈ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നതും. ദൈവീഹി ഏഷ ഗുണമയി മമമായ, ഈ ഭൗതിക ലോകം കൃഷ്ണന്റേതാണ്, ഈ ഭൗതിക ഊർജം ഭഗവാന്റേതാണ് എന്നാണ് ഭഗവാൻ 7-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഈ ഭൗതിക ലോകം എന്റേതാണ്, പിന്നെയോ ഈ ഭൗതിക ഊർജവും എന്റേതാണ്. നമ്മൾ എന്താണ്? നമ്മൾ ഈ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക പ്രകൃതിയുടെ നിയന്താവ് ഭഗവാനാണ്. മായാധ്യക്ഷയാണ് പ്രകൃതി, സൂര്യനേ ചരാചരം. അതാണ് കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം. മായാധ്യക്ഷയാണ് പ്രകൃതി, സൂര്യനേ ചരാചരം, സചരാചരം. ഈ ഭൗതിക പ്രകൃതി കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ് എന്ത്? യഥാർത്ഥ ജ്ഞാനം. നേരത്തെ ഒരു ജ്ഞാനം പറഞ്ഞു. ഇതെല്ലാം എന്താണ്? ശരിയായിട്ടുള്ള ജ്ഞാനങ്ങളാണ്. മറ്റെന്താണ് നേരത്തെ പറഞ്ഞത്? നമ്മള് ഈ ശരീരത്തിലെ വാടകക്കാരാണ്. എപ്പോഴാണോ ഉടമസ്ഥൻ ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നത്, ആ സമയത്ത് നമ്മൾ പോകണം. പിന്നെയോ ഈ ഭൗതിക പ്രകൃതി കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കരുത് മഴയും അതും ഇതുമൊക്കെ, വെയിലും കാറ്റും ഒക്കെ വരുന്നത് നമ്മൾ ഏതാണ്ട് മാജിക്ക് കാണിച്ചിട്ടാണ് എന്ന്. അല്ല, ഇതെല്ലാം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ചലിക്കുന്നു എന്ന് മാത്രം. ഇപ്പം കാര്യങ്ങള് എല്ലാ രീതിയിലും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിലും പിന്നെയോ അതൊരു സംഗ്രഹമായിട്ട് കുറച്ച് ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മൊത്തം കിട്ടിയില്ല എങ്കിലും അതിന്റെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തില് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? ജന്മാദി അസ്യ യഥാ. അല്ലേ? ഭാഗവതം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. എന്താണ് പറയുന്നത്? ജന്മാദി അസ്യ യഥാ, എല്ലാം പരമമായ പരമസത്യത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. എവിടെ നിന്നാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാം വാസുദേവനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണനിൽ നിന്നാണ് ജന്മാദി യസ്യ യഥാ, എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. ഇത്രയും അറിവ് മതി. PhD എടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഡോക്ടറേറ്റോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ശരീരം നിലനിർത്താൻ വേണം. പക്ഷെങ്കിൽ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് കഷ്ടപ്പെടേണ്ടതിനാണ്, ഇതിനു വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? എല്ലാം പരമമായ പരമസത്യത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ആ പരമസത്യം എന്ന് പറയുന്നത് ആരാണ്? കൃഷ്ണൻ. ആ കൃഷ്ണനിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പം ഇന്ദ്രൻ നമുക്ക് മഴ തരുന്നു എന്ന് പറയുന്നു. പക്ഷേ ആ മഴ എവിടെ നിന്നാണ്? ഭഗവാനാണ് പറയുന്നത് ഇന്ന സമയത്ത് മഴ കൊടുക്കണം. ഒരു മന്ത്രിസഭയില് പ്രധാനമന്ത്രി ഉണ്ടാവും, മന്ത്രിമാരുണ്ടാവും. അപ്പം പ്രധാനമന്ത്രിയാണ് മന്ത്രിമാരെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതേപോലെയാണ് ഭഗവാനും ഓരോ കാര്യത്തിനും, വെയിലിനും കാറ്റിനും മഴയ്ക്കും ഒക്കെ തന്നെ ഓരോരുത്തരെയും ഏർപ്പാട് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു അറിവ് മതി. കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം. അപ്പോഴെന്താണ്? നമ്മുടെ അറിവ് വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഭൗതിക പ്രകൃതി എങ്ങനെ ആണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ ഊർജങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു. അപ്പം അതാണ് നമ്മൾ അറിയേണ്ട അറിവ് എന്ന് പറയുന്നത്, യഥാർത്ഥമായിട്ടുള്ള അറിവ്. പൂർണ്ണമായിട്ടുള്ള അറിവ് എന്താണ്? മായാധ്യക്ഷേണ പ്രകൃതി സൂര്യതേ ചരാചരം, സചരാചരം. ഈ ഭൗതിക ഊർജം അല്ലെങ്കിൽ ഈ ഭൗതിക പ്രകൃതി എന്താണ്? എന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു.
അപ്പം എല്ലാവർക്കും അറിയാം കൃഷ്ണനാണ് എന്ത് ഭഗവത്ഗീത ഉപദേശിച്ചത്. അപ്പം ആധികാരികതയും കൃഷ്ണൻ തന്നെ കൊടുക്കണം, മറ്റു പലരും കൊടുക്കാറില്ല, മറ്റു പലർക്കുമാണ് കൊടുക്കുന്നത്. പക്ഷെ കൃഷ്ണനാണ് പറയുന്നത്, എന്താണ് പറയുന്നത്? മായാധ്യക്ഷത പ്രകൃതി സൂയതേ സചരാചരം. ഈ ഭൗതിക ഊർജം, ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു. അതാണ് പൂർണ്ണമായിട്ടുള്ള അറിവ്. അപ്പം ആധുനികമായിട്ടുള്ള ശാസ്ത്രജ്ഞരെല്ലാം എന്താണ് കരുതുന്നത്? ഈ ദ്രവ്യം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുവെന്നും എല്ലാം എന്ത് രാസപരിണാമം മൂലം പരിണമിച്ചതാണെന്നും പറയുന്നു. അപ്പം ഈ രാസപരിണാമത്തിന്റെ പ്രശ്നം എന്താണ്? അവർക്ക് ഒരു ജീവനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ജീവൻ വേണമെങ്കിൽ എന്ത് വേണം? അതൊരു ജീവനിൽ നിന്ന് വരണം, അല്ലേ? നമുക്കൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ അത് നമ്മളിൽ നിന്ന് വരണം. ഒരു ജീവനിൽ നിന്ന് എന്ത് വരൂ? ഒരു ജീവൻ ഉണ്ടാവുകയുള്ളൂ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നതാണ് അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. എല്ലാം എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അഹം ബീജപ്രദാപിത. എല്ലാവരുടെയും ബീജദാതാവ് ആരാണ്? നമ്മളാണ്. നമ്മൾ ചിലപ്പം പറയും ഞാൻ കഷ്ടപ്പെട്ടാണ് എൻ്റെ കൊച്ചുങ്ങളെ സൃഷ്ടിച്ചത് എന്ന്. പക്ഷെ ആ ബീജം നൽകിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തില് അതും ഭഗവാനാണ് തന്നിരിക്കുന്നത്. അപ്പം ശാസ്ത്രജ്ഞർക്കുള്ള മറുപടി എന്താണ്? ഇതാണ് വേദാന്ത സൂത്രം അതിനെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്താണ്? അതാതോ ബ്രഹ്മജിജ്ഞാസ ജന്മാതി അസ്യത. ഇനി സർവവും എന്താണ്? എല്ലാ അറിവും എന്ന് പറയുന്നത് അതാതോ ബ്രഹ്മജിജ്ഞാസ. നമുക്ക് ആ ബ്രഹ്മത്തെക്കുറിച്ച് അറിയാനുള്ള ആ ജിജ്ഞാസ ഉണ്ടായിരിക്കണം, അല്ലേ? ആ പരബ്രഹ്മൻ എന്ന് പറയുന്ന ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ പോലും ഗുരു, ഇപ്പം ഗുരു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഗുരുവിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇപ്പം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കേണ്ട സമയത്തും ഒക്കെ തന്നെ നമ്മൾ ആധികാരികത നോക്കും, അല്ലേ? ശരിയായിട്ടുള്ള യൂണിവേഴ്സിറ്റി, ശരിയായിട്ടുള്ള എന്താണ് പറയാ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്കൂള്, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ ആധ്യാത്മികത പഠിക്കാൻ നമ്മൾ ആരും ഇതിന് മെനക്കെടൂല. ശരിയായിട്ട് ആധ്യാത്മികം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ശരിയായ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഗുരുശിഷ്യ പരമ്പരയിലെ സ്കൂളിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ശരിയായ വൈദിക ജ്ഞാനം എന്താണ്? ഈ ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, നമ്മൾ അതിൻ്റെ ഉടമസ്ഥരല്ല. അതിൻ്റെ ഉടമസ്ഥൻ പറയുമ്പോഴ് നമ്മൾ ഇത് ഉപേക്ഷിക്കണം. അപ്പൊ ആ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് എന്ത് വേണം? ശരിയായ ജ്ഞാനം നമുക്ക് ലഭിക്കണം, അല്ലേ? ഇനി ഇങ്ങനെ ഒരു വാടക വീട് കിട്ടാതെ എന്ത് വേണം? അടച്ചുറപ്പുള്ള ശരിയായിട്ടുള്ളൊരു വീട് നമുക്ക് വേണം, അല്ലേ? അപ്പം അതിനു വേണ്ടി എന്ത് വേണം? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതായത് ഈ വാടക വീടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മുടെ ഉടമസ്ഥതയിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഈ വീട്ടിൽ നിന്ന് വാടകക്കാരൻ ഇറങ്ങി പോകാൻ പറയുന്ന സമയത്ത് പോയിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ, അല്ലേ, ഭഗവാനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഭഗവാൻ പാലൊക്കെ കാച്ചി സന്തോഷമായിട്ട് പ്രസാദമൊക്കെ കഴിച്ച് ജീവിക്കാനുള്ള എങ്ങനെ ഏത് രീതിയിലാണ് ഉണ്ടാവുന്നത്? അത് ഈ ശരീരത്തിലിരിക്കുമ്പോൾ, അല്ലെ? ഈ ശരീരമാകുന്ന വീട് വാടക വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ? ഉയർച്ചയുണ്ടാവൂ. പിന്നെയോ ഇതെല്ലാം പ്രവർത്തിക്കുന്ന എന്താണ്? ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ചെയ്യുന്നതും എല്ലാ പ്രവൃത്തികളും എന്താണ്? ഭഗവാൻ അറിയുന്നുണ്ട്. എല്ലാം നമുക്ക്, അല്ലെ, പൂച്ച പാല് കട്ട് പിടിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? എന്ത് കള്ളത്തരം കാണിച്ചാലും ഭഗവാൻ പിടി. കാരണം പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിപ്പുണ്ട് നമ്മുടെ ഉള്ളിൽ. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ചിത്രഗുപ്തൻ അവിടെ എഴുതി വെക്കും. അപ്പൊ അതുകൊണ്ട് മനുഷ്യർക്ക് ശാശ്വതമായിട്ട് എന്താണ്? ഒന്നും ഒളിപ്പിക്കാൻ പറ്റൂല. കാരണം ഇതിന്റെ ഒന്നും ഉടമസ്ഥന് നമ്മളല്ല. അതുകൊണ്ട്
മനസ്സിലായോ? ഈ ശരീരത്തിന്റെ ഉടമസ്ഥര് നമ്മളല്ല, ഇന്ദ്രിയങ്ങളുടെ ഒന്നും ഉടമസ്ഥര് നമ്മളല്ല. അതുകൊണ്ടാണ് നമുക്കൊന്നും ഒളിപ്പിക്കാൻ പറ്റില്ലാത്തത്. അപ്പൊ അതിന് ഉടമസ്ഥരുണ്ട്, അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് ആരെയും പറ്റിക്കാൻ പറ്റൂല. മറ്റുള്ളവരെ ചിലപ്പോൾ പറ്റിക്കാൻ പറ്റിയെങ്കിലും ഭഗവാനെ നമുക്ക് പറ്റിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? സ്വന്തമായിട്ടുള്ളൊരു വീട്, അല്ലേ? സ്വന്തമായിട്ടുള്ളൊരു ഗ്രഹം, സ്വന്തമായിട്ടൊരു ശരീരം, ഒരിക്കലും നശിക്കാത്തത്, ശാശ്വതമായിട്ടുള്ളത് കിട്ടാൻ വേണ്ടി, ശാശ്വതമായിട്ടുള്ള സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതെവിടെയാണ് കിട്ടുന്നത്? ഗോലോകത്തില്. അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗം എന്താണ്? കലിയുഗത്തില് ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള മാർഗം, കലിയുഗത്തില് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് എന്ത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ. ഈ ഒരു മന്ത്രം ദിവസവും ജപിച്ച് യമനിയമങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് ഭഗവാൻ പുഷ്പക വിമാനം അയച്ചിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അതെങ്ങനെയാണ്? അതിന് മുമ്പ് നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിക്കണം, അല്ലേ? ഗുരുവിന് മാത്രമേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റൂ. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. അടുത്ത ആഴ്ച ബാക്കി നമുക്ക് പറയാം. ഹരേ കൃഷ്ണ.